ദൈവമേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലയേറിയമായ പ്രഭാതത്തിനായി നന്ദി ഹൃദയത്തോടെ തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ നന്മ ചെയ്തു കൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടം ആകുന്നു. ദൈവമേ, സ്തോത്രം. പിതാവേ, അടിയങ്ങൾക്ക് തന്ന ഈ നല്ല വചനത്തിനായി നന്ദി പറയുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടമാകുന്നു. ദൈവമേ, സ്തോത്രം. നന്മ ചെയ്യുന്നതിൽ കർത്താവ് മടുപ്പില്ലാത്തവരായി തീരുവാൻ അടിയങ്ങളെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മറ്റുള്ളവർ കർത്താവ് അടിയങ്ങളോട് എന്ത് ചെയ്തു എന്നുള്ളതല്ല കർത്താവെ, സ്തോത്രം. അവരെന്ത് തന്നെ ചെയ്താലും കർത്താവെ, സ്തോത്രം, അവരോട് നന്മ ചെയ്ത് കർത്താവെ, ഹാലലുയ, അവരുടെ ബുദ്ധിഹീനതയെ കർത്താവ് അടിയങ്ങളോട് ചെയ്യുന്ന ദോഷം എന്ന ബുദ്ധിഹീനതയെ ദൈവമേ, സ്തോത്രം, കർത്താവെ, അത് മിണ്ടാതാക്കത്തക്ക നിലയിൽ കർത്താവെ, ദൈവമേ, സ്തോത്രം, ദൈവമേ, നന്മ ചെയ്യാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ നന്മ കണ്ട് കർത്താവെ അവർക്കൊരു തിരിച്ചറിവ് വീഴാൻ തക്കണം സ്വർഗം സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കർത്താവെ, അവർ ഞങ്ങളോട് കർത്താവെ ദോഷം ചെയ്തു കർത്താവെ, അവർ ഞങ്ങളെ കുറിച്ച് ദൈവമേ ഹാലലുയ ദോഷം നിരൂപിച്ചു. ദൈവമേ ഹാലലുയ, സ്തോത്രം. അടിയങ്ങളെ കുറിച്ച് കർത്താവെ, ദൈവമേ വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ ചിന്തിച്ച് കർത്താവരെ കുറിച്ച് ശത്രുത മനോഭാവത്തോടെ ജീവിക്കുന്ന അടിയങ്ങൾ കർത്താവെ, ഈ പ്രഭാതത്തിൽ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ്, അവർക്കെതിരെ കർത്താവെ ഹാലലുയ ശാപവാക്കുകളോ ദൈവമൊന്നും പറയുവാനല്ല കർത്താവ്, അവർക്കെതിരെ നന്മ ചെയ്തുകൊണ്ട് കർത്താവെ, സ്തോത്രം, അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ, അവരുടെ ഭോഷത്തെ കർത്താവ് മിണ്ടാതാക്കണമെന്ന് വചനം ഞങ്ങൾ ഓർപ്പിക്കുന്നു. ഈ വചനത്തിനായി നിന്നെ സ്തുതിക്കുന്ന കർത്താവ് പ്രകാര ജീവപാടികളെ സഹായിക്കണം, മഹത്വം കൊടുക്കണം. സർവേശ് കുസനത്തിലാവ് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.